ഇതല്ലോ മീൻ ചാകര ചാകര വലയിലേക്ക് ഇങ്ങനെ കയറുകയാണ് മീനുകളൊക്കെ. ഈ ഭാഗത്ത് മൊത്തം ഈ രീതിയിലുള്ള സംവിധാനത്തിലാണ് മീനൊക്കെ കിട്ടുന്നത്. നേരെ ശരിക്കും ലോങ്ങിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ആ ഭാഗത്തൊക്കെ ഇതേ രീതിയിൽ വലക്കെ കെട്ടിയിട്ടാണ് മീൻ പിടുത്തം. കുറേ വെള്ളം ഉള്ള സമയത്ത് ഈ രീതിയിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ മീനൊക്കെ പിടിക്കുക. കുറേ വലകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മീനൊക്കെ എടുത്തു കഴിഞ്ഞ് വീണ്ടും ഒരു വല കെട്ടും മീനെ കാത്തു നിൽക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങുന്നതൊക്കെ വലിയ ടാസ്ക്കാണ്. അവരൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഈ കാണുന്ന ആ ഷട്ടറിൻ്റെ മുകളിൽ കൂടെയാണ് അവർ പറ്റിയാണ് ഇറങ്ങുന്നത്. വലിയ റിസ്ക് പിടിച്ച മീൻപിടുത്താണെന്ന് തന്നെ പറയട്ടെ. ഒരു മീനൊക്കെ ഒന്ന് പൊക്കി നോക്കുന്നൊക്കെ ഉണ്ട്. ഈ മീൻപിടുത്തക്കാരൊക്കെ ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. മറ്റുള്ള ആളുകളൊന്നും ഇവിടെ ഈ സമയത്ത് വെള്ളം കൂടുതൽ ആകുന്ന സമയത്തൊന്നും വരാറില്ല. കാരണം അത്രയും ഡേഞ്ചർ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. പുറമേ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ നിജസ്ഥിതി ഒന്നും അറിയില്ല. ഇവിടെ എന്താ അവസ്ഥ, വലിയ സംവിധാനമൊന്നും അറിയില്ല. അതുകൊണ്ട് പൊതുവെ പുറമേയുള്ള ആളുകളൊന്നും ഇവിടേക്ക് ഈ സമയത്തൊന്നും മീൻ പിടിക്കാൻ വരാറില്ല. ഈ ഭാഗത്തുള്ള ആളുകൾ തന്നെയാണ് ഈ സമയത്തൊക്കെ മീൻ പിടിക്കാൻ വരിക. വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമല്ല പല ആളുകളും നമ്മളൊക്കെ വന്ന് മീൻ പിടിക്കാറുണ്ട്. അവിടെ വെള്ളമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഒരു പേടിയാണ്. കാരണം നമ്മൾ മീൻ പിടിക്കുകയൊക്കെ ചെയ്യണം. അതേ രീതിയിലാണ് ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നത്. കണ്ടാവും ഇപ്പോൾ ഡേഞ്ചറായ ഒരവസ്ഥയാണ്. എന്നാലും ഓരെ സമ്മതിക്കണം. ഓര് ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നും. പക്ഷേ പിന്നെ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പേടി ഉണ്ടാവില്ല. കാരണം പണ്ടേ ഇവിടെ ഇങ്ങനെ ഈ രീതിയിലേക്കാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും അത്ര പേടി ഉണ്ടാവില്ല. മീനൊക്കെ എടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം മീനൊക്കെ കിട്ടിക്കുന്നു. മീനിൻ്റെ ചാട്ടാണ് മറ്റേ അല്ല ചാടി കയറിയാണ്. കുറേ വലകളുണ്ട്. എല്ലാ വലയിലും കുറേ മീനുകളൊക്കെ ഉണ്ടായി. ഈയൊരു മീൻ പിടുത്തം ഇത്തരത്തിൽ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്ത് മാത്രമേ നടക്കുകയുള്ളൂ. മീനിങ്ങനെ കയറുന്ന സ്ഥലത്ത് മാത്രമേ ഇങ്ങോട്ട് മീൻ പിടുത്തമൊക്കെ നടക്കുകയുള്ളൂ.
ഇത് ഊർക്കടവ് എന്ന സ്ഥലമാണ്. ഇവിടുന്ന് മീൻ പിടിച്ചാൽ ഇവിടുന്ന് തന്നെ അവർ വിൽപ്പനയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വിൽപ്പന നടക്കും. ഈ ഭാഗത്ത് ഒരാളിങ്ങനെ വീശുവലൊക്കെ എറിയുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കില്ല. അപ്പുറ ഭാഗത്തേക്ക് പോകേണ്ടി വരും. പിന്നെയും മീനെ കയറിയിട്ടോ. ഒരു സമയം ഒരു ട്രിപ്പ് എടുത്ത് പിന്നെ വെച്ച് പിന്നെയും മീനൊക്കെ കയറി ഉഷാറാണ്. കുറച്ച് ലോങ്ങിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ മീനെടുക്കാൻ നിൽക്കുകയാണ്. അവിടെ വീശുവല ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ മീൻപിടുത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ മീൻപിടുത്തം കാണാൻ നിൽക്കുന്നുണ്ട്. മീൻപിടുത്തം പിന്നെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. മീൻ പിടിക്കുന്ന ചില ആളുകളൊക്കെ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില ആൾക്കാരൊന്നും കഴിക്കുന്നില്ല. പക്ഷെ നമ്മൾ മീൻ പിടിക്കുകയും ചെയ്യും, നമ്മൾ നല്ലോണം കഴിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളാണ് നമ്മളൊക്കെ. അവർ വീണ്ടും മീൻ എടുക്കുന്നുണ്ട്. ചില സമയത്ത് ആ നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒരു തിരിച്ച് വെക്കുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ മീനാട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ചെറുതായി തോന്നുമെങ്കിലും വലിയ മീനുകളാണ്. ഈ സമയത്തൊക്കെ നല്ല മീൻ കയറുന്ന സമയമാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ രാത്രി സമയത്തും അവർ ഇവിടെ നിന്ന് മീൻ പിടിക്കാറുണ്ട്. ഇത് ഊർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഊർക്കടവിന് നേരെ മലപ്പുറം ജില്ലയിലേക്ക് ബന്ധിക്കുന്ന ഒരു റൂട്ടാണ്. പല ആൾക്കാരും ഇവിടെ വന്ന് സ്ഥലങ്ങൾ കണ്ടുണ്ടാവും. പിന്നെ വളരെ മനോഹരമായ ഒരു പുഴയാട്ടത്. നല്ല ചാലിയാർ പുഴയാണ്. മനോഹരമായൊരു സ്ഥലമാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ്.